ഇറാൻ്റെ എണ്ണ മേഖലയെ തൊട്ടാൽ അമേരിക്കയെ കത്തിക്കുമെന്ന് IRGCയുടെ പുതിയൊരു ഭീഷണി അമേരിക്കക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഹോർമുസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആന്തരികമായിരിക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തുടർ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തുടർ ഭീഷണി എന്ന തരത്തിൽ IRGCയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം വരുന്നതിൻ്റെ മുന്നോടിയാണ് എന്നുകൂടി വിലയിരുത്തുന്നു. പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാൻ്റെ എണ്ണക്കിണറുകൾക്കോ പൈപ്പ് ലൈനിനോ ഏതെങ്കിലും തരത്തിൽ നാശം സംഭവിച്ചാൽ അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യങ്ങളെയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയും 4 ഇരട്ടി പ്രഹരശേഷിയോടുകൂടി ആക്രമിക്കും എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ഭീകര സമവാക്യമാണ്, അഥവാ 1 പകരം 4 എന്ന തരത്തിലാണ് തങ്ങളുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുക. ഗൾഫ് മേഖലയുടെ സാമ്പത്തിക അസ്തിത്വം തകർക്കുന്ന തരത്തിൽ തങ്ങൾ ഒരു ഇടവേളയില്ലാത്ത വിധം അമേരിക്കയെയും അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ മേഖലയും ആക്രമിക്കും എന്നാണ് IRGC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം, അത് കൊടുങ്കാറ്റിന് മുമ്പേ ഉള്ള ശാന്തതയായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. തങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിക്കുകയോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ല. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നവരെ യുദ്ധം തുടരും എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ ആവർത്തിച്ചത്. അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ട് എന്ന് IRGC പറയുകയും ചെയ്തു. ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായുടേതായിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഇറാന് ഉണ്ടാകുന്ന തരത്തിലാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ നയ നിലപാടുകൾ പരാജയപ്പെട്ടു, അവരുടെ ഒരു പ്രവർത്തന രീതിയും ഈ മേഖലയിൽ വിജയിക്കില്ല എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഹോർമുസിൽ പുതിയ അധ്യായം തങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഭൂമിയിൽ ഇനി മേലിൽ ഒരു രാജ്യത്തെയും സ്വതന്ത്രമായി ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത വിധം അവരുടെ ആന്തരിക മേഖലക്ക് തങ്ങൾ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അവർ പറയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ, പ്രവർത്തനത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. പല ഘട്ടങ്ങളിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന കാര്യങ്ങളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ സാധിക്കാതെ, അവർക്ക് അവരെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ മറ്റു ലോക രാജ്യങ്ങളിലെ കപ്പലിനെയും അതിലെ ജീവനക്കാരെയും എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ചോദ്യവും മുജ്തബ അലി ഖംനായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈലൻ്റ്, അതായത് ഒരു നിശബ്ദമായിരിക്കുന്ന യുദ്ധമില്ലാത്ത ഒരു സാഹചര്യ സ്ഥിതികളെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഇടവേള മാത്രമാണ്. അമേരിക്കയുമായി തങ്ങൾക്ക് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മധ്യസ്ഥർ തങ്ങളെ സമീപിക്കേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമാണ്. 2 പ്രാവശ്യമാണ് പാകിസ്ഥാൻ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടി പിറകിൽ അവർ ഓടിക്കൊണ്ടുവന്നത്. അവരിപ്പോൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, വേണം ചർച്ച എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ രീതികൾക്കോ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കോ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിലോ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞങ്ങളതിന് തയ്യാറുമല്ല. ആ കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു. ഇറാൻ്റെ എണ്ണ കയറ്റുമതി തടയുന്നതിൽ ഇതിപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ്: നിലവിലിപ്പോൾ ഹോർമുസിൽ ഉപരോധമുണ്ട്, അതായത് ഇറാൻ്റെ പെട്രോളിയം വിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ നിർമ്മിക്കുന്നതെല്ലാം ശേഖരിച്ച് വെക്കുകയാണ്, ശേഖരണം തന്നെ നിയന്ത്രണം വിട്ടിരിക്കുന്നു. അപ്പോൾ അത് കടലിലൊക്കെ ശേഖരിച്ച് കപ്പലിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ടാവും. കാരണം നിർമ്മിക്കുന്നതിനനുസരിച്ച് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്ന ഹോർമുസിൽ ഉപരോധം നടത്തി, അഥവാ എണ്ണക്കപ്പലുകളൊക്കെ ഇറാൻ്റെ എണ്ണ ഈ മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്നത് തടയപ്പെടുന്ന രീതിയിലാണ്. അതായത് സ്വതന്ത്രമായ രീതിയിൽ വിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ ഇറാൻ വിൽപ്പന നടത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അവരുടെ കപ്പലിലേക്ക് പാകിസ്ഥാൻ വഴിയോ മറ്റ് മാർഗങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഒമാൻ്റെ തീരം ചേർന്നങ്ങായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കടൽ കടന്ന് പോകുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്, യഥേഷ്ടം ഇല്ല എന്ന് മാത്രം. അപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ: ഇറാൻ്റെ എണ്ണ കയറ്റുമതി തടയുന്നതിലൂടെ ഇറാൻ്റെ എണ്ണ പൈപ്പ് ലൈനുകൾക്ക് മർദ്ദം കൂടുകയും പിന്നീട് സ്ഫോടക രീതിയിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾ വരും, വളരെ എളുപ്പത്തിൽ അത് സാധ്യമല്ല. അപ്പോൾ എണ്ണ ഉൽപ്പാദന ശേഷി
പകുതിയിലധികം കുറയുകയും സാമ്പത്തിക പ്രയാസത്തിൽ ഞെരുങ്ങുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന തങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇറാൻ കീഴ്പ്പെടുകയും ചർച്ചാ സംബന്ധമായ കാര്യത്തിന് അവരിങ്ങോട്ട് വരികയും ചെയ്യും. തങ്ങളതിന് കാത്തിരിക്കുകയാണ് എന്നാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. $380 മില്യൺ ക്രൂഡ് ഓയിൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബാധ്യതയും പ്രയാസവും ഇറാന് സാമ്പത്തികപരമായ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കീഴടങ്ങൽ രീതിയിലേക്ക് അതല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് സമീപനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും എന്ന് അമേരിക്ക പറഞ്ഞു വെക്കുന്നു. ഇറാൻ അമേരിക്ക വെറുമൊരു യുദ്ധമല്ല. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണം ഇങ്ങനെയാണ്: ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് വെറുമൊരു യുദ്ധമല്ല, ലോക സാമ്പത്തിക വിപണിയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. ഇതിന് നിയന്ത്രണം വരുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഇപ്പം അനുഭവിച്ചതിൻ്റെ 10 ഇരട്ടിയായിട്ട് ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളും ജനങ്ങളും അനുഭവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും. ഇത് അമേരിക്കക്കും അറിയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഒരു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നല്ല ചരിത്രം വിധി എഴുതുന്നത്. ഇനിയൊരു യുദ്ധത്തെ അല്ലെങ്കിൽ ഇനി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ധൈര്യവും അവരുടെ ഈ പ്രഹരശേഷിയും ഇല്ലാതായി പോയിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ച സംഭവിച്ചിരിക്കുന്നു. 30-35% ആയുധങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റഷ്യ പോലെയുള്ള ചൈന പോലെയുള്ള സ്ഥിരമായിരിക്കുന്ന അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുകയോ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സാഹചര്യമോ വന്നാൽ വളരെ എളുപ്പത്തിൽ എടുത്ത് പ്രയോഗിക്കാൻ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. ഇടത്തരം ആയുധങ്ങൾക്കൊക്കെ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. കാര്യം അത്രത്തോളം ആക്രമണമാണ് ഇറാന് നേരെ നടത്തിയത്. എന്നാൽ അതിൻ്റെ പ്രതിഫലനം വളരെ ചുരുങ്ങിയതാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ചില കാര്യങ്ങൾ അത് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ ഇതിനു മുൻപ് പറയപ്പെട്ടതാണ്. അതിൻ്റെ ആവർത്തനം വീണ്ടും പറയുന്നുണ്ട്. ഞങ്ങൾ മരുഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ട് അഥവാ ഇറാൻ്റെ ഒട്ടുമിക്ക മേഖലകളിലും രഹസ്യമായിരിക്കുന്ന നിരീക്ഷണം ആകാശത്തോടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത തരത്തിൽ ഈ ചാരന്മാരെ വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷണം നടത്തുന്ന സമയത്ത് പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും 100-ലധികം വ്യാജമായിരിക്കുന്ന എയർപോർട്ടുകളും സൈനിക മേഖലയും ടാങ്കർ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഇടങ്ങളും അതേപോലെ തന്നെ മിസൈൽ സൂക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അത് അപ്പാടെ തങ്ങൾ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ബോംബിട്ട് തകർത്ത് ഇസ്രായേലിൻ്റെ സംയുക്തമായ രീതിയിൽ. പിന്നീട് 2 അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില റിപ്പോർട്ടിൽ പറയുന്ന ആഴ്ചകൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. ആഴ്ചകൾക്ക് ശേഷം ഇത് പരിശോധിച്ച് നോക്കുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എയർപോർട്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് വിമാനങ്ങളായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളും മിസൈലുകളുമായിരുന്നു. അത് ബലൂണിൽ വീർപ്പിച്ചുണ്ടാക്കുന്ന കാറ്റടിച്ച് വീർപ്പിച്ചുണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കയെ പറ്റിക്കുകയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൻ്റെ വെപ്രാളത്തിൽ അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. അത് യഥാർത്ഥ ഈ വിമാനത്താവളം പോലെ ബോധ്യപ്പെട്ടു. കാരണം ഒരു വിമാനത്താവളം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് 10-15 വിമാനങ്ങൾ നിർത്തിയിട്ടതായിട്ട് കാണിക്കുക. പിന്നെ ഈ ഭാഗത്ത് സൈനികർ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന സൈനികർ ചലനശേഷിയുള്ള കരണ്ടിൽ പ്രവർത്തിക്കുന്ന സൈനികരെ പോലും അവർ ചലിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അവിടേക്ക് ബോംബിടുന്ന സമയത്ത് വലിയ നഷ്ടങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിവിടേക്ക് എത്തിയിട്ട് തകർക്കപ്പെടുന്ന രീതിയിൽ ശക്തമായിരിക്കുന്ന ബോംബിന് വലിയ രീതിയിലുള്ള ഡോളർ കൊടുത്തിട്ടാണ് അത് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. അതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ യഥാർത്ഥ ഒറിജിനലായിരിക്കുന്ന ആയുധങ്ങൾ എവിടെയാണ്? പർവ്വതങ്ങളുടെ അടിഭാഗത്താണ് ബങ്കറുകൾ ഉണ്ടാക്കി സൂക്ഷിക്കപ്പെട്ടത്. അതാണ് ഇപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ബുഷർ ആണവായുധ നിലം അപ്പാടെ തകർത്തിട്ടും അവിടെ ആണായുധം അതിന് ചോട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അവർ നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവർ യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഇങ്ങനെ തന്നെയാണ്. അഥവാ അമേരിക്കയുടെ കൈവശത്തിലുള്ള ഏറ്റവും പ്രേരശേഷിയുള്ള ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് അതിന് പ്രതിരോധമുണ്ടാക്കുന്ന നിർമ്മിതികളും അതിന് പ്രതിരോധമുണ്ടാക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇറാൻ വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പം നമ്മൾ പറയുന്ന വിഷയം ഈ ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യങ്ങളൊക്കെ IRGC നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. അവരുടെ സർവ്വ മേഖല ആക്രമിക്കപ്പെട്ടാലും അതിൻ്റേതായ
ഉണ്ടായിരിക്കുന്ന പ്രതിഫലനം അതിശക്തവും ഭയാനകരമായതും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ളതുമായിരിക്കും എന്നുള്ള കാര്യം കൂടി IRGC അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.